അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. നമ്മൾ TVSന്റെ ഏറ്റവും പുതിയ സ്മാർട്ടെക്സ് കണക്ട് ബ്ലൂടൂത്ത് ഇന്റർകോമിന്റെ അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം, കയറി ചെക്കൗട്ട് ചെയ്യുക. ആ ഡിവൈസിൻ്റെ ഇൻസ്റ്റലേഷൻ വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഇരിക്കുന്ന TVSന്റെ എക്സ്പോർട്ട് ഹെൽമെറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടയം TVS നമുക്ക് 2 ഹെൽമെറ്റ്സ് ട്രൈ ഔട്ട് ചെയ്യാൻ തന്നിരുന്നു. അപ്പോൾ ആ ഹെൽമെറ്റ്സിലാണ് നമ്മൾ ഈ ഒരു ഡിവൈസിനെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ എക്സ്പോർട്ട് ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇൻബിൽഡ് സ്പീക്കർ പോക്കറ്റ്സും വരുന്നുണ്ട്. ഇതുപോലെ ഇൻബിൽഡ് സ്പീക്കർ പോക്കറ്റ്സ് വരുന്ന ഏത് ഹെൽമെറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്പീക്കറിനെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്റർകോമിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാളിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഹെൽമെറ്റിലെ പാഡിങ്സ് ഒക്കെ മാറ്റുക എന്നുള്ളതാണ്. എല്ലാ പാഡിങ്സ് ഒന്നും മാറ്റണ്ട, 2 ചീക്ക് പാഡിങ്സ് മാറ്റിയാൽ മാത്രം മതിയാവും. അപ്പം ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഞാൻ 2 ചീക്ക് പാഡിങ്ങും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഷെല്ലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ചെറിയ 2 സ്പീക്കർ പോക്കറ്റ്സ് കാണാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ സ്പീക്കർ പോക്കറ്റിലേക്ക് ഈ ബോക്സിൽ വരുന്ന സ്പേസേഴ്സ് ഉണ്ട്. ഇതാണ് സാധനം, സ്പേസർ എന്ന് പറയുന്നത്. സ്പീക്കറിനെ ആ പ്രോപ്പർ പ്ലേസിൽ ഹോൾഡ് ചെയ്യാനും വേണ്ടിയുള്ളൊരു സംഭവമാണ്. ആക്ച്വലി ഇത് വെൽക്രോയാണ്. നമ്മുടെ സ്പീക്കറിൻ്റെ പുറകിൽ ഒരു വെൽക്രോ ഉണ്ട്, അപ്പം ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു പീസ് എന്ന് പറയുന്നത് നമ്മൾ ഹെൽമെറ്റിൽ പെർമനൻ്റ് ആയിട്ട് ഒട്ടിച്ച് വെക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അതിനായിട്ട് ബാക്കിൽ 3Mന്റെ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. നല്ല പവർഫുൾ സ്റ്റിക്കേഴ്സാണിത്. ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അവിടെ തന്നെ പറ്റി പിടിച്ചിരുന്നോളും. അപ്പം ആദ്യം ഇത് നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പോക്കറ്റ്സിൽ ഒട്ടിച്ചു കൊടുക്കുക. ഹെൽമെറ്റ് വളരെ പ്രോപ്പറായിട്ട് ഒരു പ്ലേസിൽ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സംഭവത്തെ എടുത്തിട്ട് കറക്റ്റ് ആ ഒരു പ്ലേസിൽ ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ. ഓക്കെ, ആ ഒരു പ്രോപ്പർ പ്ലേസിൽ ഒട്ടിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒട്ടി അവിടെ ഇരുന്നോളും. ഇനി ഇപ്പുറം തിരിച്ച് വെച്ചിട്ട് സെയിം പ്രോസസ്സ് രണ്ടാമത്തെ ഇയർ പീസിലും ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ 2 സ്പീക്കർ പോക്കറ്റ്സിലും നമ്മുടെ സ്പീക്കർ ഫിക്സ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു വെൽക്രോ ബേസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസേഴ്സ് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ പാഡിങ്ങും നമ്മുടെ ഇയേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് ഈ പാഡിങ്സ് യൂസ് ചെയ്തിട്ട് കൂടുതൽ നമ്മുടെ അടുത്തേക്ക് ഇരിക്കണോ അകലേക്ക് ഇരിക്കണോ എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിപ്പം ടോട്ടൽ 4 പാഡിങ് വരുന്നുണ്ട്, 2 ആയിട്ട്. അപ്പം ഞാനിപ്പം ഒരു 2 എണ്ണം യൂസ് ചെയ്യുന്നുള്ളൂ. ആ ഒരു ഗ്യാപ്പ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഒന്ന് വെച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റേ സ്പേസറും കൂടെ വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. സോ ഇതാണ് നമ്മളുടെ JBLന്റെ സ്പീക്കർ എന്ന് പറയുന്നത്. ലെഫ്റ്റ് റൈറ്റ് എന്ന് ക്ലിയർ ആയിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. സോ ആ കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. ലെഫ്റ്റിലും റൈറ്റിലും ഒട്ടിച്ചു കൊടുക്കാം. ബാക്കിലത്തെ സ്പോഞ്ചും കൂടെ നമ്മൾ റിമൂവ് ചെയ്യണം ഗൈസ്, കാരണം നമ്മുടെ വയർ അകത്തൂടെ വിടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ വയർ മാനേജ്മെൻറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. ഓക്കെ, ഇനി നമുക്ക് മൈക്കും കൂടെ കണക്ട് ചെയ്താൽ എന്നിട്ട് ബാക്കി ഫോമൊക്കെ തിരിച്ചു വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത്. ബൂം മൈക്കാണ്. അതായത് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ഈ ആരോ മാർക്ക് നമ്മുടെ മൗത്തിന് ഓപ്പോസിറ്റ് നിൽക്കുക. അതായത് ഇത് അപ്പുറത്ത് പോകാൻ പാടില്ല. ഈ ആരോ മാർക്ക് നമുക്ക് കാണുന്ന പോലെ വേണം മൈക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അത് നിങ്ങളൊന്ന് ഓർത്തോളുക. ഈ ഒരു വള്ളി നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇട്ടേക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും എപ്പോഴും ഇന്റർകോമിൻ്റെ പൊസിഷൻ വരുന്നത്. സോ ആ സൈഡിലേക്ക് ഇതിടാം. മൈക്ക് വെക്കുമ്പോൾ ഈ ഒരു 2ൻ്റെ കൂടെ പ്ലഗിങ് പോർട്ടിൽ മെയിൽ ആൻഡ് ഫീമെയിലിൽ 2 ആരോ കൊടുത്തിട്ടുണ്ട്. ആ ആരോ നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പിങ് ചെയ്ത് കൊടുക്കുന്നത് മൈക്ക് സെക്യൂറായി. ഈ ഒട്ടിക്കുന്നതിന് മുമ്പ് ആദ്യം ഈ വെൽക്രോ നമ്മൾ ഹെൽമെറ്റ് സ്റ്റിക്ക് ചെയ്യണം, എന്നിട്ട് വേണം ഈ മൈക്ക് വെക്കാൻ. അത് കൊള്ളാം. മൈക്ക് ഏകദേശം ഈ ഒരു ലെഫ്റ്റ് സ്പീക്കറിൻ്റെ അടുത്തായിട്ട് തന്നെ വരും. ഇപ്പം നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫോം പാഡിങ്സ് പോകുന്ന അതിൻ്റെ ലോക്കിങ്ങിന് ഇത് തടസ്സമൊന്നും ഉണ്ടാക്കാതെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി വലിയ സീനൊന്നുമില്ല. ഓക്കെ, സെറ്റ്. കറക്റ്റ് ഫിറ്റായിട്ട് സാധനം ഇരിപ്പുണ്ട്. ബാക്കി കേബിളും കിടപ്പുണ്ട്. ഇത്ര നമുക്ക് ഇന്റർകോമെ കണക്ട് ചെയ്യാനുള്ള സാധനമാണ്. ബാക്കി ഹെൽമെറ്റിൽ ഫിറ്റ് ആയിക്കണ്ടോ, മേളോട്ടൊന്നും പോകുന്നില്ല, പ്രോപ്പർ ഫിറ്റാണ്. പാഡിങ് കൂടെ വെക്കുമ്പോൾ നമുക്കറിയാം. എന്തായാലും പാഡിങ് വെച്ച് നോക്കാം. പക്ഷേ പാഡിങ് എടുത്ത് ചീക്ക് പാഡ് ഇടുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം, കാരണം ഇതുവഴിയാണ് വയർ വെളിയിലേക്ക് പോകുന്നത്. അപ്പോൾ ചീക്ക് പാഡിന് ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ വയറിനെ വെളിയിലേക്ക് എടുക്കാൻ നോക്കാം. അങ്ങനെ നമ്മൾ ഈ ചീക്ക് പാഡും സെറ്റ് ചെയ്ത കറക്റ്റ് ചീക്ക് പാഡിനുള്ളിൽ കൂടെ കണക്ഷൻ കേബിൾ കിട്ടും. ആവശ്യത്തിലേറെ നമുക്ക് നീളം വരുന്നുണ്ട്. ഇവിടെ വരെ വരുന്നുള്ളൂ, എന്നാലും ഇത് ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം കുഴപ്പമില്ല, കണക്ഷൻ കേബിൾ സെറ്റായിട്ടുണ്ട്. ഈ ചീക്ക് പാഡിൻ്റെ ബട്ടൺസ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി ഏകദേശം പരിസമാപ്തമായി ഗൈസ്. 3 യെസ്. അങ്ങനെ നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നെക്സ്റ്റ് ഞാൻ ഇതിൽ ക്ലാമ്പ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ആ പെർമനൻറ്റ് ക്ലാമ്പ് അല്ല യൂസ് ചെയ്യുന്നത്, കാരണം പെർമനൻറ്റ് ഇതിലിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഇളക്കിയെടുത്ത് റീയൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വേറെ ഹെൽമെറ്റിൽ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇത് ആവശ്യമില്ലാത്തപ്പോൾ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള റൈഡുകൾ പോകല്ല, നിങ്ങളുടെ ഇത് ഡെയിലി ഹെൽമെറ്റാണ്
വീക്കെൻഡിലായിരിക്കും നിങ്ങൾ റൈഡ് പോകുന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ ഇത് ഊരി വെക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാമ്പിങ് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്. അത് ചേട്ടാ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് ക്ലാമ്പ് നമുക്കൊന്ന് ലൂസാക്കി കൊടുക്കാം. മൊത്തം ഊരി എടുക്കണ്ട, മൊത്തം ഊരി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും തിരിച്ച് വെക്കാനായിട്ട്. അതുകൊണ്ട് ജസ്റ്റ് ഈ ക്ലാമ്പ് ഒന്ന് ഊരി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. എങ്ങനെ ഞാൻ കാണിക്കാം. ആദ്യം ക്ലാമ്പ് ഇങ്ങനെ ലൂസാക്കുക. ഇതിപ്പോൾ ഊരി വന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ വെച്ചാൽ മതി. ഇത്രയും മതിയായിരിക്കും, ഈ കനത്തിൽ കയറും. എന്നിട്ട് ഇതാണ് ബാക്ക് വശം, ഇതാണ് ഹെൽമെറ്റിനുള്ളിൽ പോകേണ്ട വശം, ഇതാണ് ഹെൽമെറ്റിന് വെളിയിൽ വരേണ്ട വശം. അപ്പം ഈ വയർ എവിടെയാണോ നിൽക്കുന്നത് ഈ പോർഷനിൽ തന്നെ ഈ ക്ലാമ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഇവിടേക്ക് ഈസി ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ പാഡിങ്ങിൻ്റെ ഹെൽമെറ്റിൻ്റെ ഷെല്ലിൻ്റെ ഇടയ്ക്കോട്ടേക്ക് ഈ ഒരു സാധനം കയറിപ്പോവും. അതിൽ ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്, അതായത് ഇതിലൊരു കുഷ്യൻ ടൈപ്പ് വന്നിട്ടുണ്ട്. ആ കുഷ്യൻ ടൈപ്പ് തീരുന്നിടം വരെ കയറ്റിയാൽ മതി. കാരണം അതിൽ കൂടുതൽ കയറ്റി കഴിഞ്ഞാൽ ഹെൽമെറ്റിൽ സ്ക്രാച്ച് ആകുമോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം കുഷ്യൻ കൊടുത്തേക്കുന്ന കറക്റ്റ് ആ ലെവൽ വരെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റിൻ്റെ സർഫസിലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരത്തില്ല. ഇനി നമുക്ക് ഈ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് തിരിച്ച് വെച്ചിട്ട് കൂടെയുള്ള ഈ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് വശവും ഒരുപോലെ ടൈറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാണ്ട് ഒരു വശം കംപ്ലീറ്റ് ടൈറ്റ് ചെയ്തിട്ട് പിന്നെ മറ്റേ വശം ടൈറ്റ് ചെയ്യാൻ പോകരുത്. രണ്ടും ഏകദേശം ഒരേ രീതിയിൽ ടൈറ്റാക്കി പോവുക. സോ ഇങ്ങനെ ആയിരിക്കും ക്ലാമ്പ് ഇരിക്കുന്ന സൈഡിൽ ഈ ഒരു രീതിയിലിരിക്കും. ഇനി ഈ ക്ലാമ്പിലേക്ക് നമ്മുടെ മെയിൻ യൂണിറ്റ് ഡയറക്റ്റ് ഫിറ്റാണ്. ഇങ്ങനെ ചരിച്ച് വെക്കുക, സ്ലൈഡ് ഡൗൺ ചെയ്യുക, ഫിറ്റായി കഴിഞ്ഞു സാധനം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ജസ്റ്റ് ഈ ഒരു കണക്ഷൻ കേബിൾ നമ്മുടെ യൂണിറ്റിലോട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ആദ്യം ഇതിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മുഴുവൻ കയറി കഴിയുമ്പോഴത്തേക്ക് ഒരു ലോക്കും കൂടെ ഉണ്ട്. ആ ലോക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വയർ വലിഞ്ഞ് വെള്ളിലേക്ക് പോകത്തില്ല. സോ പെർഫെക്റ്റ്ലി ഫിറ്റായിട്ട് ഈ സാധനം ഇവിടെ ഇരിക്കും. ഈ കേബിൾ മാനേജ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഒട്ടും തന്നെ കേബിൾ നമുക്ക് വെളിയിൽ കാണാത്ത പോലെ ഇത് ഫിറ്റ് ചെയ്യാം. ഈ കേബിൾ ഇങ്ങനെ ഈ രണ്ട് ക്ലാമ്പിൻ്റെ സ്ക്രൂവിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വിടാവുന്നേ ഉള്ളൂ. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ആയിരിക്കും സാധനം ഹെൽമെറ്റിലിരിക്കുന്നത്. ഞാനിത് വെച്ചും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫൈനലി തലയത്തിനുള്ളിലേക്ക് ഇടാൻ സമയമായി. പ്രത്യേകിച്ച് എനിക്ക് ഡിസ്കംഫർട്ടായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ രണ്ടിടത്ത് എന്തോ ഒരു പുതിയ സാധനം വന്നൊരു ഫീലുണ്ട്, കുറച്ചും കൂടെ ഒരു ടൈറ്റർ ഫീലുണ്ട്. പക്ഷേ എനിക്ക് ചെവിക്ക് അങ്ങനെ വേദന സീനുകളൊന്നുമില്ല. ഞാൻ ചിൻഷനപ്പ് ഇട്ട് കാണിക്കാം. ഓക്കെ, അയ്യോ ഇത് പിടിച്ച് നിങ്ങൾ അനക്കരുത് ഗൈസ്, ചിലപ്പോൾ ഇങ്ങനെ പോരും. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സീനൊന്നുമില്ല, കറക്റ്റ് പ്ലേസിലാണ്. ഇത് ഡിവൈസ് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈ നടുക്കുള്ള പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക. വെൽക്കം ടു TVS SmartX Connect, ബാറ്ററി 80%, ബൂട്ടപ്പ് ടെസ്റ്റ് ഇനിഷ്യേറ്റഡ്. ഇത്രയും കാര്യങ്ങൾ വോയിസ് മെസ്സേജ് ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. കിടുക്കാച്ചി ഓഡിയോ, ഇൻഡോറിൽ ഇരുന്നിട്ട് തന്നെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. ഒരു ഹെഡ്സെറ്റ് വെച്ചേക്കുന്ന പോലൊക്കെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ സൈഡ് ലുക്ക് വരുന്നത്. ഇപ്പോൾ ഒരു സംഭവം ബ്ലിങ്ക് ചെയ്യുന്നത് കാണാമായിരിക്കും. നോക്കട്ടെ എൻ്റെ ഫോണുമായിട്ട് ഇത് കണക്റ്റ് ആയെന്ന്. മൈക്ക് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പോലും അറിയത്തില്ല. തൊട്ട് നോക്കിയാൽ മാത്രമേ ഇത് കറക്റ്റ് ഡിസ്റ്റൻസിലാണ് വരുന്നത് കേട്ടോ. നമ്മുടെ കറക്റ്റ് ഈ ഒരു കറക്റ്റ് ചിൻകട്ടൻ്റെ മേളിൽ വരും ഈ മൈക്ക് എന്ന് പറയുന്നത്. ഇതിലെയാ ഇതിലെയാ. അപ്പോൾ ഇത് പെയർ ചെയ്യാനും വേണ്ടിയുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. പെയർ ചെയ്യാനും വേണ്ടി ഇതായി കാണുന്ന പ്ലസ് ബട്ടൺ, ഇതിലേതാടാ പ്ലസ്? ഇതല്ലേ പ്ലസ്. ലോങ് പ്രസ് ചെയ്യുക. റെഡി ടു കണക്ട് റൈഡ് ലിങ്ക് എന്നുള്ളൊരു വോയിസ് കമാൻഡ് വന്നു. ഓക്കെ, S20X ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഏറ്റവും താഴെ S20X. ഓക്കെ, റൈഡ് ലിങ്ക് കണക്റ്റഡ് എന്നാണ് ഇപ്പോൾ കേട്ടത്. കണക്ഷൻ കംപ്ലീറ്റ് ആയി. കണക്റ്റിംഗ് ടു ഇതൊരു TVSൻ്റെ റൈഡ് കണക്റ്റ് ആപ്പാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, അതെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ റൈഡ് ഗ്രിഡ്, റൈഡ് ലിങ്ക്, ബഡി ലിസ്റ്റ്, ഗൂഗിൾ അസിസ്റ്റൻറ്റ് പോലെയുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെ നമുക്കിതിൽ കേൾക്കാൻ സാധിക്കുന്നതാണ്. ചെവിയുടെ ഏകദേശം ഒരു പുറകിൽ നിന്ന് കേൾക്കുന്ന പോലെയാണ്. അത് കറക്റ്റ് നമ്മുടെ ചെവിക്ക് ആത്തോട്ടല്ല സൗണ്ട് വരുന്നത്, ഒരു പുറകിൽ നിന്ന് ഇങ്ങനെ മുന്നിലേക്ക് വരുന്ന രീതിക്കാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വെളിയിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കത്തില്ല എന്നുള്ളൊരു പേടി വേണ്ട. വെളിയിൽ നിന്ന് വാഹനങ്ങൾ ഹോൺ അടിച്ചാലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കേൾക്കാം. കൂടെ തന്നെ നമുക്ക് മ്യൂസിക്കും കോൾസും ഒക്കെ ഇതിലും കേൾക്കാം. നൈസ്, ഫുൾ വൈബിൽ റൈഡ് പോകാം ഗൈസ്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഇത് വാങ്ങിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള
എന്താ പറയുന്നത് വീഡിയോസൊക്കെ ഇങ്ങനെ തപ്പുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങളെ യൂസ്ഫുൾ ആക്കിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനി ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ബോക്സിൻ്റെ പുറകിൽ തന്നെ TVS ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ TVSൻ്റെ യൂട്യൂബ് പേജിലേക്കാണ് പോകുന്നത്. അതായത് സ്മാർട്ടാക്സ് കണക്റ്റിൻ്റെ യൂട്യൂബ് പേജിലേക്കാണ് പോകുന്നത്. അതിനകത്ത് 6 വീഡിയോസ് കിടപ്പുണ്ട്. എന്താണ് ഈ സാധനം എന്നുള്ളതും, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും, എങ്ങനെ നമുക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഒരു കുറച്ച് ധൈര്യവും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. യാതൊരു വിധത്തിലുള്ള പ്രോബ്ലം ഇല്ല. കുറച്ച് എനിക്കിതിൽ പണിയെടുക്കാൻ വേണ്ടി ഇനി കുറച്ചുകൂടെ എൻ്റെ കറക്റ്റ് ഇയർ സൈസിന് വേണ്ടിയൊക്കെ ഇതിനെ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കാൻ വേണ്ടി. പക്ഷേ ബേസിക് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. താങ്ക് യു.